Hello guys, welcome back to my channel. It's me Nikhil. You're watching my channel Escape Malu guys. So നമ്മുടെ 75 ഹാർഡിലെ ഡേ 1 ആണെന്ന്. അങ്ങനെ ഗൈസ് ഞാൻ രാവിലെ എണീറ്റോടെ തന്നെ ഞാൻ വ്ളോഗിന് വേണ്ടി, അതായത് മിനി വ്ളോഗിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. ആൻഡ് ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ മെയിൻ വ്ളോഗിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മിനി വ്ളോഗും ഷൂട്ടായി പോകുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇപ്പം ഞാൻ ഇപ്പോൾ 75 ഹാർഡിൻ്റെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണെന്ന്. ആൻഡ് 75 ഹാർഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ളതെന്നുള്ളതെല്ലാം അവിടെ ഒരു പ്രിൻ്റ് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് ഇനി മുതൽ ടിക്കറ്റ് പോകണം. അപ്പോൾ ആ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ മിനി വ്ളോഗിൽ ഷൂട്ട് ചെയ്യത്തുള്ളൂ. ആൻഡ് നമ്മുടെ മെയിൻ കണ്ടന്റ് ഇതിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ 75 ഹാർഡിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യണം. സോ ഞാൻ വിളിച്ചപ്പോൾ നമുക്കൊരു 4 മുട്ടയും ഒരു സ്മൂത്തി അടിക്കാം. അതാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ 75 ഹാർഡിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുഷപ്പ്, രാവിലെ എണീറ്റ മെഡിറ്റേഷൻ, പുഷപ്പ് ആൻഡ് സെൽഫി എടുക്കണം. 45 മിനിറ്റ്സ് ഇൻഡോർ വർക്കൗട്ട്, 45 മിനിറ്റ്സ് ഔട്ട്ഡോർ വർക്കൗട്ട്. അതേപോലെ തന്നെ പിന്നെ 2 റൗണ്ട് ഉണ്ടല്ലോ, നോ ഷുഗർ, അതായത് ഒരു ഗുഡ് ഡയറ്റ് വേണം. പിന്നെ അതേപോലെ തന്നെ ഒരു ടേക്ക് എ സെൽഫി എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ സെൽഫി എടുക്കും. ബോഡി ഞാൻ റിവീൽ ചെയ്യത്തില്ല. ബോഡി കണ്ടീഷൻ ഞാൻ 75 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം. ആൻഡ് അതൊരു 4 മുട്ട പുഴുങ്ങാനിടാം. എന്നിട്ട് ആ സമയത്ത് മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ടൈം വേസ്റ്റ് ഉണ്ടല്ലോ. സോ ഗൈസ്, നമ്മൾ മുട്ട പുഴുങ്ങാനിട്ടു. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ മെഡിറ്റേഷൻ. അപ്പം മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ഒരു 10 minutes. ഓക്കെ. ഗൈസ്, ഇന്നത്തെ മെഡിറ്റേഷൻ നൈസായിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ നമ്മളൊരു ടാസ്ക് ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് ഞാൻ പോയി ടിക്കറ്റ് ഇട്ട് വരാം. ഓക്കെ. യെസ് ഗൈസ്, ഇനി എന്താ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കും. ഓ ഗൈസ്, 12 മണിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഓക്കെ. യെസ് ഗൈസ്, അപ്പം മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ട ഇനി പൊളിച്ച് കഴിക്കണം. ഓക്കെ ഗൈസ്, ഒരു ടേബിളൊക്കെ മെസ്സാണ്. ബട്ട് നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുകയാണ്. അതുകൊണ്ട് ഗൈസ്, നമ്മുടെ ടേബിളൊക്കെ മെസ്സാണ്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാത്തത്. സോ നമ്മൾ നമ്മുടെ മുട്ടയും ഇതും കഴിക്കാൻ പോവാണ്. സോ നമ്മൾ നമ്മുടെ മുട്ടയും പഴവുമാണ് കഴിക്കുന്നത്. ഞാൻ സ്മൂത്തി ജിബി പൊമ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. വെള്ളം നമ്മൾ റീച്ചിലേക്ക് ടേബിളിൽ തന്നെ വെച്ചേക്കാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നാൽ സെയിൽസ് ക്ലാസ് കാണാം. ഓക്കെ, എന്നാൽ സെയിൽസ് ക്ലാസ് കൊണ്ടുവരാം. ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഇന്ന് 75 ഹാർഡിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. സോ അപ്പം ഞാൻ വിളിച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വരാം. എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ റീലും കൂടെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും എഡിറ്റ് സെക്ഷൻ എഡിക്കുകയാണ്. അപ്പോൾ സോ എഡിറ്റ് ചെയ്ത് തീർത്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ. എത്ര നേരം നമ്മൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാതെ വർക്ക് ചെയ്യാൻ പറ്റും എന്നും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എഡിറ്റ് സെക്ഷൻ ഇന്ന് വർക്ക് ചെയ്യാനുള്ള എല്ലാം നമ്മളൊന്ന് ചെയ്തേക്കാം. ഗൈസ്, നമുക്ക് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. സ്ട്രൈക്ക് അല്ല, ഒരു ക്ലൈം വന്നതാണ്. അപ്പം നമ്മളത് അവിടുത്തെ പാട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എന്താ പ്രശ്നം വന്നതെന്ന് കാണിച്ചു തരാം. എനിക്ക് കേട്ട ഈ വോയിസ്. സോ ഗൈസ്, ഇത് ഞാൻ കാണിച്ച ഇതിന് എനിക്ക് കോപ്പി കിട്ടും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പണി കിട്ടിയത്. സോ അത് നമ്മൾ എന്തായാലും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞു. റീൽസ് നമ്മൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എഡിറ്റിംഗ് സെക്ഷൻസ് ഓൾമോസ്റ്റ് ഫുള്ള് ഫിനിഷ് ചെയ്തു. ഇനി എഡിറ്റിംഗ് ഒന്നുമില്ല. സോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോയി ഫുഡ് അടിച്ചിട്ട് വരാം. ഗൈസ്, എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്.
ഈ ബുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, അപ്പോൾ ഉറക്കം വരും. അതൊരു നൈസ് ഹാക്കാണ്. എനിക്ക് ഉറക്കം വരാത്ത ബുക്ക് വായിച്ചാൽ മതി. എന്തായാലും നമ്മളിന്ന് സീക്രട്ടാണ് വായിച്ചത്. സീക്രട്ടിൻ്റെ അടുത്ത തേർഡ് ഗൈസ് നമ്മൾ സീക്രട്ടാണ് വായിക്കുന്നത്. ഇപ്പോൾ 10 pages നമ്മളതും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 3 മാജിക്സ് വായിച്ചു. ഗുഡ്. അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എനിക്കത് പ്രാക്ടീസും കൂടെ ചെയ്യാനുള്ള മൂഡുണ്ട്. ഞാൻ റോക്കൊക്കെ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്കിന്ന് 3 പ്രാക്ടീസ് ചെയ്യാം. നാളെ ഒരു 3 വായിക്കാം. 2 പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസം കൂട്ടി പോവാം. ബുക്ക് എന്തെങ്കിലും വായിച്ച് തീർത്തേക്കാം അതേ വിചാരിച്ചു. ആൻഡ് ഗൈസ് ഇറക്കം നമുക്ക് പിടിച്ചു നിർത്താം. വെറുതെ കിടന്നുറങ്ങി ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ നമുക്കിപ്പോൾ എന്തായാലും ട്രേഡ് നമുക്ക് നോക്കാം. ഇന്ന് എന്തെങ്കിലും ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതോ കഴിഞ്ഞു പോയോ, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. ഗൈസ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഇറക്കം നമുക്ക് പിടിച്ചു നിർത്താം. വെറുതെ കിടന്നുറങ്ങി ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ ഇപ്പോൾ ഇറങ്ങി എണീറ്റിട്ടുള്ളൂ. ഞാൻ ആ ട്രൈഡ് വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കിടക്കാൻ. ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല ഗൈസ്. എന്നാലും നമ്മൾ 1 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. 1.5 മണിക്കൂർ ഉറങ്ങി. നമ്മുടെ ട്രൈഡ് എന്തായെന്ന് നോക്കാം. ഗൈസ് നമ്മൾ വെച്ച് അവിടുന്ന് സാധനം വന്ന് സ്റ്റോപ്പ് നമ്മുടെ ഓർഡറിൽ പ്രോഫിറ്റ് ടച്ചായിട്ട് തിരിച്ച് കയറിപ്പോയി. സോ നമുക്ക് നമ്മുടെ ഡെമോ അക്കൗണ്ടിൽ കേസ് അത് 21 ആയിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ജസ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് അവിടെ അത് പ്രോഫിറ്റ് ആയിരുന്നു. ഡെമോ ട്രേഡിൽ $20 പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് പിടിച്ചത്. അതിൻ്റെ തിരിച്ച് മാർക്കറ്റിൽ പോയി. എങ്ങനെയോ ഇതിൽ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഏറ്റവും വിളിച്ചാൽ. സോ ഗൈസ് നമ്മളിപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിട്ട് 45 മിനിറ്റ്സ് പുറത്ത് പോകണം. അതിനെക്കുറിച്ച് പുറത്ത് പോയി ഇന്ന് കുറച്ച് പണിയെടുക്കാം. കുറച്ച് മുളകോട്ടമുണ്ട് വീട്ടിൽ. ഞാൻ പുറത്ത് ഒരു സ്പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സോ നമുക്ക് മുളകോട്ടാൻ പോവാം. ഈ പൊട്ടൻ്റെ കൂടെ മുളകോട്ടാൻ പോകുന്ന എന്താണെന്ന് ആർക്കറിയാം. ആക്സോബ്ലേഡൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇവിടെയുള്ള നാട്ടിൻപുറത്തെ സ്റ്റൈലാണ്. അവിടുത്തെ ഇൻസ്റ്റയിലെ സ്റ്റാറാണ്. എസറ്റിക്സിൻ്റെ മെയിൻ ഹെഡായിട്ട് വരുവൻ. ഒരെണ്ണം കിട്ടി. അവൻ സെറ്റ് ചെയ്തു. ഗൈസ് എനിക്കറിയത്തില്ല എങ്ങനെയാണ് മണ്ടൻ്റെ കാര്യം മേടിക്കുന്നത്. ഗൈസ് ആക്സോബ്ലേഡ് വാങ്ങാൻ പോയതാണ്. പൊട്ടനായി തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞാൽ അവിടെ ഉണ്ട്. അതിപ്പോൾ പിന്നെയും നടക്കുകയാണ്. നമുക്ക് വെട്ടി സെറ്റ് ചെയ്തിട്ട് ഇനി ഇത് വെട്ടണം. ടാസ്ക്കാണ്. ഏതാടാ ഗൈസ്? ഒരാൾ കട പറഞ്ഞു തന്നെ. പൊട്ടനെ കട മനസ്സിലായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊട്ടനാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ആക്സോബ്ലേഡ് വാങ്ങാൻ കടയിലെത്തി. ഗൈസ് അപ്പം ഞങ്ങൾ വീണ്ടും നടക്കുവാണ്. ഇതാണ് ഇവിടുത്തെ വൈബ്. കട്ട് ചെയ്യാൻ പോണ് ഗൈസ്. സെറ്റ് സ്പോട്ടാണ് കേട്ടോ. കലൂരെന്ന സുമ്മാവാ. ഇതും നൈസാണ്. നമ്മളിങ്ങനെ നടന്നു പോകണം. ഇതേപോലെ നടന്നാണ് കേസ്. നമുക്ക് കൊളാബറേഷൻ നടക്കുമെന്ന് തോന്നുന്നു. ചന്ദ്രനെ സൂര്യനായിട്ട്. നമ്മുടെ മുളകുണ്ട് അവിടെയാണുള്ളത്. അങ്ങോട്ട് പോവാം നമുക്ക്. കേസ് ആയുധം കൈമാറി സാധനം വിടാൻ പോവാണ്. ഈ മുള ഞങ്ങൾ വെട്ടുന്നത്. എന്തുവാ മറയുന്നിടത്ത് വെട്ടും.
അതാണ് അതിൻ്റെ മൂഡ്. പക്ഷേ തല പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അത് മാറിക്കാം. നമുക്ക് സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. നമുക്ക് ഏറ്റവും വലുത് സേഫ്റ്റിയാണ്. സേഫ്റ്റി പർപ്പസ് നോക്കാൻ ഞാൻ ഒന്നും ചെയ്യാറില്ല. അവനോട് മുറിക്കട്ടെ. എന്ത് മാങ്ങാത്തൊലിയാ കാണിക്കുന്ന അറിയില്ല ഗൈസ്. എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ട്. സക്സസ് ആയ കിടുവായിരിക്കും. ഇതാടാ അതൊന്നും വേണ്ട. അതിൻ്റെ പണി നല്ലോണം വൃത്തിക്കുന്നുണ്ട്. ഗൈസ് സീനാണേ. ടപ്പ് ടപ്പെന്ന് ഒച്ച കേട്ടു. സാധനം വെട്ടിയിടുവാണേ. യാറാണ്ട പയ്യ. എന്ത് പറ്റിയടാ? അതെന്താടാ അങ്ങനെ ഓടിച്ചു പോയത്? മെയിൻ കളിച്ച് പോയതാണ്ടതേ വട്ട ഓടി. പിള്ളേരെ ഏൽപ്പിക്കില്ലെന്ന് പറയുന്നതാണ്. ഇതെന്താ നശിപ്പിക്കുന്നുണ്ട? ഇവിടെ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വെട്ടിക്കൊണ്ട് പോകും. നോക്കിയോ, ഇവിടുത്തെ എല്ലാ കുറ്റിയും നോക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെട്ടിക്കൊണ്ട് പോകും. ഇവൻ മാത്രമേ നശിപ്പിക്കും. ഗൈസ് അപ്പോൾ അത് ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് ശിഖരങ്ങളെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്കിതിനെ കൊണ്ടുപോകാൻ. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ സാധനം എല്ലാം പോയി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഗൈസ് മടുത്ത്. അതുമാത്രമല്ല ടൈം പോയി. പോകാൻ പറയുന്നത് ഭയങ്കര വ്യൂ ആണ്. ടൈം പോയി ഗൈസ്. ഇനിയിപ്പോൾ ജിമ്മിൽ പോകണം. കുറച്ച് പരിപാടിയുണ്ട്. ജിമ്മിൽ തന്നെ കയറ്റുമെന്നൊന്നും അറിയത്തില്ല. എങ്ങനെയാണെന്നൊക്കെ പോയിട്ട് നോക്കാം. ആൻഡ് അത്രയുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ടാണ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ 45 മിനിറ്റ്സ് ഔട്ട്ഡോർ ടിക്ക് ചെയ്തു. സോ ഗൈസ് നമ്മൾ പിള്ളാറമ്മിലെത്തി. ഇവിടെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. വർക്കൗട്ട് ചെയ്യണം. സോ ദാറ്റ്സ് പരിപാടി. ഗൈസ് ജിമ്മിൽ പോസ്റ്റാണ്. ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ വന്നിട്ട് നമുക്ക് കാര്യം പറഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചു. എന്താ സീനെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും നാൾ എനിക്ക് ഡയറ്റ് പിടിച്ചു നിർത്താമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് ഗൈസ് എൻ്റെ കൺട്രോൾ പോകുന്നത്. സോ ഗൈസ് നമ്മളിന്ന് ഓൾമോസ്റ്റ് വർക്കുകൾ തീർത്തെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് വർക്കൊന്നും തീർത്തിട്ടില്ല. ഇന്നത്തെ ഡേ അത്ര അടിപൊളിയല്ല ഞാൻ വെച്ച് നോക്കിയിട്ട്. കാരണം നമ്മൾ 75 ഹാർഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ അഡ്മിഷൻ ബിസിനസ്സിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊന്നും ഇടപെടാൻ പോലും പറ്റിയില്ല കേസ്. എന്താണെന്നറിയത്തില്ല. സോ നമുക്ക് നാളെ മുതൽ ആ ടൈം കൂടെ ട്രാക്ക് ചെയ്യണം. നാളെ എന്തായാലും രാവിലെ എണീക്കും. സോ എനിക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നത്തെ എക്സസൈസ് ഞാനിവിടെ വീട്ടിൽ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എക്സസൈസ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡേ 2 നാളെ നമുക്ക് കളറാക്കണം. ജിമ്മിൽ നിന്ന് കുറച്ച് ലേറ്റായി. പിന്നെ സ്പ്ലെൻഡറിൻ്റെ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ട്രേഡൊക്കെ ചെയ്തു, ഓക്കെയാണ്. ബട്ട് അങ്ങനെ പോരാ. നാളെ മുതൽ നമുക്ക് കുറച്ചും കൂടെ ടൈം നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ പട്ടപ്പട്ടയും തീർക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറെ ഒരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഡേ 1 ഇവിടെ വെച്ച് വൈൻഡ് ആവുകയാണ്. നാളെ കാണാം മോർണിംഗ്. ബൈ ഗൈസ്.